മലയാളത്തിൽ മൂടിപ്പുതഞ്ഞ് അഭിനയിക്കുന്ന പലരും തമിഴ് സിനിമയിലെത്തുമ്പോൾ അതെല്ലാം മറക്കാറുണ്ട്. കാരണം മലയാളത്തേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് തമിഴ് സിനിമയിൽ ലഭിക്കുക. സെക്സി ആയാൽ നല്ല പ്രതിഫലം തന്നെ ലഭിക്കും. മലയാളത്തിലുള്ള പല നടിമാരും തമിഴിൽ പോയി മേനി കാട്ടിയ ചരിത്രമുണ്ട്. അത് സിനിമ കേരള പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ ദിവ്യ ഉണ്ണിയും അഭിരാമിയും ഒക്കെ തമിഴിൽ പോയി മേനി കാട്ടിയ നടിമാരാണ്. അതിനു മുമ്പ് മലയാളത്തിൽ മൂടിപ്പുതച്ചിരുന്ന ഒരു നടി തമിഴിൽ പോയി മേനി കാട്ടി. അത് മറ്റാരുമല്ല, നമ്മുടെ പാർവതിയാണ്. പാർവതി ഇപ്പോൾ പാർവതി ജയറാമാണ്, ജയറാമിൻ്റെ ഭാര്യ. പാർവതിക്ക് പണ്ട് അഭിനയിക്കണമെങ്കിൽ കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരീരപ്രദർശനം പാടില്ല, മറ്റ് നായകന്മാർ സൗന്ദര്യമുള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായികയായി മാത്രമേ അഭിനയിക്കൂ എന്നൊക്കെ പാർവതി ജാട കാണിച്ചിരുന്നു. ഒരവസരത്തിൽ അശോകന്റെ നായികയായി സ്വാഗതം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പാർവതി വിസമ്മതിച്ചത് വലിയ വാർത്തയായി മാറി. എന്തായാലും മലയാളത്തിൽ പാർവതി മൂടിപ്പുതച്ചേ അഭിനയിക്കൂ എന്ന നിലപാടെടുത്തു. ആ നിലപാടെടുത്തത് കാരണം പാർവതിക്ക് ഒരു ക്ലാസിക് ചിത്രം നഷ്ടപ്പെട്ടു. MD ഹരിഹരൻ ടീമിൻ്റെ വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയാക്കാൻ MDയും ഹരിഹരനും തീരുമാനിച്ചിരുന്നത് പാർവതിയെ ആയിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ഉണ്ണിയാർച്ചയുടെ വേഷം മുലക്കച്ച കെട്ടി അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാർവതി ആ വേഷം വേണ്ടെന്ന് വെച്ചു. അതേ പാർവതി തമിഴിൽ പോയി ഉടുതുണി ഉരിഞ്ഞു. പൂവുക്കൾ ഭൂകമ്പം എന്ന ത്യാഗരാജൻ നായകനായ ചിത്രത്തിലാണ് പാർവതി പിടിവാശി മാറ്റിവെച്ചത്. തമിഴ് സിനിമയിൽ അന്ന് ത്യാഗരാജൻ കത്തി നിൽക്കുന്ന കാലമാണ്. മലയൂർ, മമ്മട്ടിയാൻ അടക്കമുള്ള ചിത്രങ്ങൾ ത്യാഗരാജൻ്റെതായി അക്കാലത്ത് പുറത്തു വന്നു. ആ ചിത്രങ്ങളൊക്കെ വലിയ വിജയമായിരുന്നു. പൂവുക്കൾ ഭൂകമ്പത്തിൽ അഭിനയിക്കാൻ പാർവതിയെ ക്ഷണിക്കുമ്പോൾ മേനി കാട്ടേണ്ടി വരുമെന്ന് പാർവതി ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ആ ചിത്രത്തിൽ ത്യാഗരാജനും പാർവതിയുമൊത്ത് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന നിരവധി രംഗങ്ങളുണ്ട്. ഒരു പാട്ട് സീൻ മുഴുവൻ പാർവതിയുടെ മേനി അഴക് ഒപ്പിയെടുത്തു തമിഴന്മാർ. എന്തായാലും അതിനുശേഷം പാർവതി തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടില്ല. പിൽക്കാലത്ത് വെള്ളി നക്ഷത്രം വാരികയുടെ റിപ്പോർട്ടറായ സുരേഷ് പറവന്തൂർ, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹം പാർവതിയോട് ചോദിച്ചു, പൂവുക്കൾ ഭൂകമ്പത്തിൽ അഭിനയിച്ചതുപോലെ മലയാളത്തിലും സെക്സിയായി അഭിനയിക്കുമോ എന്ന്. അപ്പോൾ പാർവതി മറുപടി പറഞ്ഞത് ഇങ്ങനെ: മലയാളികൾ എന്നെ ബേബി ശാലിനിയായാണ് കാണുന്നത്. മലയാളത്തിൽ അങ്ങനെ ഒരു അപകടം സംഭവിക്കില്ല. മാത്രമല്ല, താനിനി തമിഴ് സിനിമയിലേക്കില്ലെന്ന് പാർവതി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും പാർവതി നിലപാടിൽ ഉറച്ചു നിന്നു. പിന്നീട് തമിഴ് സിനിമയിൽ നിരവധി അവസരങ്ങൾ അവർക്ക് ലഭിച്ചു. കാരണം പൂവുക്കൾ ഭൂകമ്പം ത്യാഗരാജൻ്റെ മെഗാ ഹിറ്റ് മൂവിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങൾ അവർക്ക് ലഭിച്ചു. രജനീകാന്തിൻ്റെ വരെ നായികയാകാനുള്ള അവസരങ്ങൾ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ശരീരപ്രദർശനം കാണിക്കില്ല എന്നൊരു നിബന്ധന വെച്ചതുകൊണ്ട് തന്നെ ആ വേഷങ്ങളൊക്കെ പാർവതി വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. പാർവതി ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നടിയായിരുന്നു. എന്നാൽ അവരുടെ അഭിനയ പ്രാവീണ്യം വ്യക്തമാക്കുന്ന ഒരൊറ്റ വേഷം പോലും അവർക്ക് കിട്ടിയില്ല എന്നത് അവരുടെ ദൗർഭാഗ്യമാണ്. നന്നായി അഭിനയിക്കാൻ കഴിയുമായിരുന്നു. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാൻ കഴിയുന്ന നടിയെന്ന് പാർവതിയെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ അവരുടെ അഭിനയ പ്രാവീണ്യം വ്യക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം അവർ കാണിച്ചിരുന്ന ചില കടുംപിടുത്തങ്ങളായിരുന്നു. അക്കാലത്ത് പാർവതിക്ക് പൊന്നിൻ്റെ വിലയായിരുന്നു മലയാളത്തിൽ. പാർവതി ജയറാം ജോഡികൾ, പാർവതി മോഹൻലാൽ ജോഡികൾ, പാർവതി മമ്മൂട്ടി ജോഡികൾ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ട കാലം. അതുകൊണ്ട് തന്നെ പാർവതി കുറേ ജാടയൊക്കെ അങ്ങ് കാണിച്ചു. അതുകൊണ്ട് തന്നെ നല്ല വേഷങ്ങൾ അവർക്ക് ലഭിച്ചില്ല. അത് പാർവതിയുടെ അഭിനയ ജീവിതത്തിലെ വലിയ തിരിച്ചടിയാണ്. ഇന്ന് പാർവതിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ
പാർവതി അഭിനയിച്ച ഒരൊറ്റ വേഷം പോലും പ്രേക്ഷകരുടെ ഓർമ്മയിൽ വരില്ല. കാരണം എല്ലാം ഒരേ പാറ്റേണിലുള്ള വേഷങ്ങളായിരുന്നു. അതായിരുന്നു പാർവതിയുടെ ദൗർഭാഗ്യവും.